അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ സ്ഫോടനത്തിൽ 50 മരണം. ഹമാസ് ആരോഗ്യ മന്ത്രാലയമാണ് ഇത്തരത്തിലൊരു സ്ഫോടനമുണ്ടായി, വ്യോമാക്രമണമുണ്ടായി എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചത്. ഇസ്രായേൽ പ്രതിരോധ സേന നടത്തിയ വ്യോമാക്രമണത്തിലാണ് മരണം സംഭവിച്ചത്. രഞ്ജിത്ത് രാമചന്ദ്രൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നു. രഞ്ജിത്ത്, വലിയ വ്യോമാക്രമണമുണ്ടായി, അതിൽ 50 ജീവനുകൾ പൊലിഞ്ഞു. എപ്പോഴായിരുന്നു ഈ ഒരു വ്യോമാക്രമണം? ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചല്ലോ അല്ലേ? തീർച്ചയായും ഹമാസിന്റെ ആരോഗ്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം, പലസ്തീന്റെ ആരോഗ്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ഇതിനകം നടത്തിക്കഴിഞ്ഞു ഭവ്യ. കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായ വലിയ വാർത്ത, ഏറെ നാളുകൾക്ക് ശേഷം, ഏതാണ്ട് 6 മാസത്തിന് ശേഷം ടെൽ അവീവിലേക്ക് ഹമാസിന്റെ തുടർച്ചയായ മിസൈൽ ആക്രമണമായിരുന്നു. ചില സ്ഥലങ്ങളിൽ മിസൈലുകൾ പതിച്ചു, പക്ഷേ ഭൂരിഭാഗം മിസൈലുകളും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു എന്ന് പറഞ്ഞപ്പോഴും അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറിയിരുന്നു. കാരണം കുറേ നാളുകൾക്ക് മുൻപ് ഇത്തരത്തിൽ ചില ആക്രമണങ്ങൾ ഉണ്ടായതിന് തിരിച്ചടിയായി ഇസ്രായേൽ കനത്ത ആക്രമണം ഹമാസിന്റെ മേഖലകളിൽ അഴിച്ചുവിട്ടിരുന്നു. ഇതുപോലെ തന്നെയാണ്, സമാനമായി തന്നെയാണ് ഇപ്പോൾ ഹമാസിന്റെ അഭയാർത്ഥി ക്യാമ്പിൽ ഇത്തരത്തിൽ വലിയൊരു സ്ഫോടനം ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. 50ഓളം പേരാണ് മരിച്ചവരിൽ. സ്ത്രീകളും കുട്ടികളും അടക്കം ഉണ്ട്, അഭയാർത്ഥികളുണ്ട് എന്നുള്ളതാണ്. വലിയ ദുരിതമാണ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കാരണം ഭയചകിതരായി കരയുന്ന കുഞ്ഞുങ്ങളുടെ കാഴ്ചകൾ അന്തർദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന കാഴ്ച വളരെ ദയനീയമാണ്. ശക്തമായ സ്ഫോടനമാണ് ഉണ്ടായത്. മരണസംഖ്യ ഉയർന്നേക്കാം എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പരിക്കേറ്റവരുടെ എണ്ണവും നിരവധിയാണ്. ഇവരെയൊക്കെ കുവൈറ്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പലസ്തീനിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പലരുടെയും നില അതീവ ദയനീയമാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ടെൽ അവീവ് ലക്ഷ്യമിട്ട് തെക്കൻ ഗസ നഗരമായ റഫയിൽ നിന്ന് മിസൈലുകൾ തുടർച്ചയായി ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചിരുന്നത്. ഇതിൽ പലതും ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേലി മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഗസ മുനമ്പിൽ നിന്നാണ് റോക്കറ്റിൽ വിക്ഷേപിച്ചത് എന്ന് ഇസ്രായേൽ നേരത്തെ ഹമാസിന്റെ അൽ അഖ്ല TV അവർ സ്ഥിരീകരിച്ച പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. പലയിടങ്ങളിലും അപായ സൈറണുകൾ മുഴങ്ങി. ഇസ്രായേൽ ജനത ഭയചകിതരായ സാഹചര്യമായിരുന്നു അത്. അതിനുള്ള തുടർച്ചയായ തിരിച്ചടികളുടെ ഭാഗമായി തന്നെയാണ്. ഇതിനിടെ അന്താരാഷ്ട്ര തലത്തിൽ ചില സമാധാന ശ്രമങ്ങൾ ഈ വെടിനിർത്തലുമായൊക്കെ ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് എങ്കിൽ പോലും അന്താരാഷ്ട്ര കോടതി പോലും ഇസ്രായേലിനോട് ഇത്തരത്തിൽ ചില ഇടപെടലുകൾ നടത്തണമെന്നും വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അതിനുള്ള നീക്കങ്ങളിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തരം ശ്രമങ്ങൾ എങ്ങനെ കാര്യക്ഷമമായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇനിയും ആക്രമണങ്ങൾ നടത്തുമെന്നും സ്ഫോടനങ്ങൾ തുടർച്ചയായി നടത്തും എന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. അങ്ങനെ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഒരു പുതിയ ഘട്ടത്തിലേക്ക്, കൂടുതൽ അതിരൂക്ഷമായ ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യമാണ് ഭവ്യ. അതായത് ജനുവരിക്ക് ശേഷം നടത്തുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ആക്രമണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ. ഈ 50 ജീവനുകൾ അടക്കം പൊലിഞ്ഞൊരു സാഹചര്യത്തിൽ വലിയ വ്യോമാക്രമണം എന്ന് തന്നെ വിശേഷിപ്പിക്കാം അല്ലേ രഞ്ജിത്ത്? തീർച്ചയായും. കാരണം 6 മാസത്തോളമായി ഈ ഇസ്രായേലിന്റെ ആക്രമണത്തിനെ പ്രതിരോധിക്കാൻ ഒരു വഴിയില്ലാതെ ഹമാസ് അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറാൻ പോലെയുള്ള ചില രാജ്യങ്ങളിൽ നിന്നുള്ള സഹായം ഹമാസിന് ലഭിക്കുന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി ഈ ഒരു തിരിച്ചടിക്കുള്ള കോപ്പുകൂട്ടലായിരുന്നു കഴിഞ്ഞ കുറേ നാളായി ഹമാസ്. ഇതിന്റെ ഭാഗമായാണ് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ഒരു പരിധിവരെ തകർത്തുകൊണ്ട് 8ഓളം മിസൈലുകൾ തൊടുത്തുവിട്ടത്. ഇതിൽ 6 മിസൈലുകൾ ആകാശത്ത് വെച്ചിട്ട് തകർത്തുവെങ്കിലും 2 മിസൈലുകൾ ടെൽ അവീവിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പതിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അത് ഇസ്രായേലിൽ ഞെട്ടൽ ഉണ്ടാക്കിയ സാഹചര്യമുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് നിരവധിയായ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഇനിയും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഹമാസ് നൽകിയ പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ വലിയൊരു സ്ഫോടനം ആസൂത്രണം ചെയ്യുകയും അഭയാർത്ഥി ക്യാമ്പിൽ യാതൊരു ദയയുമില്ലാതെ ഇസ്രായേൽ ഇത്തരത്തിൽ ആക്രമണം നടത്തുകയും ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിരവധി ആളുകൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യം ചേർത്ത് വായിക്കണം. 50 പേരാണ് ഇപ്പോൾ മരണസംഖ്യ എന്ന് പറയുമ്പോഴും ഇത് ഒരുപക്ഷെ ഇരട്ടിയായേക്കാം. കാരണം ഏതാണ്ട് 300ഓളം ആളുകൾ ഈ അഭയാർത്ഥി ക്യാമ്പിൽ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇവരിൽക്ക് മിക്ക ആളുകൾക്കും പരിക്കേറ്റു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ അതീവ ദയനീയമായ സ്ഥിതിയാണ് പല അഭയാർത്ഥി ക്യാമ്പുകളിലും. ഉപരോധം കാരണം, ഇസ്രായേലിന്റെ പ്രതിരോധം കാരണം മരുന്നുകളോ അവശ്യ വസ്തുക്കളോ അങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റാത്ത പശ്ചാത്തലമുണ്ട്. അഭയാർത്ഥി ക്യാമ്പുകളിൽ മിക്കപ്പോഴും പട്ടിണിയാണ്. ഒരു നേരം മാത്രം ലഭിക്കുന്ന ആഹാരം മാത്രം വെച്ചാണ് ഇവർ കഴിയുന്നത്. വെള്ളം പോലും കൃത്യമായി ലഭിക്കാത്ത പശ്ചാത്തലമുണ്ട്. ആശുപത്രികളിൽ കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ല. ഇതിനിടയിലാണ് വീണ്ടും ഈ ദുരിതത്തിലേക്ക് ഈ പ്രദേശം മാറുന്നത് എന്നുള്ളതാണ്. ലോകരാജ്യങ്ങൾ പലതും ഇവരെ ഈ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇസ്രായേൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ്. ഹമാസിനെ പൂർണ്ണമായും തകർക്കും വരെ തങ്ങളുടെ ആക്രമണങ്ങൾ തുടരുമെന്നും തങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കുന്നവരെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ തുടരും എന്നുമാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. അതായത് അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവിന് പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടുള്ള നീക്കമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉള്ളത്. ഭവ്യ.
ശരി, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും രഞ്ജിത് രാമചന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമ്മൾ ഇനി